സ്വാഗതം. ആദ്യം തന്നെ അഡ്വക്കേറ്റ് റജീവ് വസന്ത്, ഇപ്പോൾ ഏവരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് തലസ്ഥാന നഗരിയിൽ സംഭവിക്കുന്ന ഈ AI വിപ്ലവത്തെക്കുറിച്ചാണ്. എന്താണ് AI ഉച്ചകോടി, AI സമ്മിറ്റ്? നമസ്കാരം. നമ്മൾ ഇന്ത്യ എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ ഈ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻ്റ് എടുക്കുമ്പോൾ നമ്മൾ കഴിഞ്ഞ 3 ഡെക്കേഡിൽ ഇന്ത്യയിൽ സംഭവിച്ചിട്ടുള്ള ഒരു ഡ്രാസ്റ്റിക് ചേഞ്ചസ് ആണ്. അതിൽ അവസാനത്തെ പില്ലർ നമ്മൾ പറയുമ്പോൾ നമ്മൾ ഇനിഷ്യലി തുടങ്ങുമ്പോൾ ടെലികമ്മ്യൂണിക്കേഷൻ ഏജ് തൊട്ട് നമ്മൾ തുടങ്ങുന്ന ഇൻ്റർനെറ്റ് ഏജ് കഴിഞ്ഞ് നമ്മൾ കൂടാതെ മൊബൈൽ വിപ്ലവം കഴിഞ്ഞ് അടുത്തതിലോട്ട് നമ്മൾ AIയിലോട്ട് കാൽ വയ്ക്കുകയാണ്. അപ്പോൾ ഇത് 4ാമത്തെ സമ്മിറ്റാണ്. ആദ്യം നടന്നത് UK-യിലാണ്, പിന്നെ സൗത്ത് കൊറിയയിലും, കഴിഞ്ഞ തവണ ഫ്രാൻസിലും, ഇപ്പം ഇത് ഇന്ത്യ ഒരു പ്ലാറ്റ്ഫോം, സൗത്തിൻ്റെ ലീഡർ എന്ന നിലയിൽ AI ഡൊമെയിനിൽ ഇന്ത്യയുടെ എക്സ്പെർട്ടൈസും നമ്മളുടെ ടാലൻറ്റും ഷോക്കേസ് ചെയ്യാനും അടുത്ത ലെവലിലോട്ട് ഇൻഡിജീനിയസ് ടെക്നോളജി നമ്മൾ പറയാറുണ്ട്. AI എന്ന് പറയുന്നത് പുറത്തു നിന്ന് നമ്മളെല്ലാം ഇമ്പോർട്ട് ചെയ്യുന്നതിനെക്കാട്ടിയും നമ്മളുടെ യങ് ടാലൻസ് ഇന്ത്യൻ ഇൻ്റലക്ച്വൽ പൂൾ ഡെവലപ്പ് ചെയ്യാനും അത് ഒരു വലിയൊരു പ്ലാറ്റ്ഫോമാക്കി സൗത്തിൽ ആദ്യമായി ഇതിനെ പ്രസൻറ്റ് ചെയ്യുകയും ഒരു വലിയൊരു ഇവൻ്റാക്കി ഇന്ത്യ ആസ് എ ഓൾ ഈ ഒരു ഇവൻറ്റിന് തുടക്കം കുറിക്കുകയാണ്. നമ്മൾ ടെക്നോളജി നോക്കുമ്പോൾ നമ്മളൊരു പഴയ ഡോസ് യുഗത്തിൽ നിന്ന് വിൻഡോസിലോട്ട് ട്രാൻസ്ഫോർമേഷൻ വന്നു. അത് കഴിഞ്ഞ് നമുക്ക് നോക്കുമ്പോൾ ഒരു ഇൻ്റർനെറ്റ് ബൂം ഇല്ലെങ്കിൽ നമ്മൾ .com ബൂം 2000-ലൊക്കെ വിറ്റ്നസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ കണക്ക് ഓരോ കാലയളവിലും നമുക്ക് അത് കഴിഞ്ഞ് മൊബൈൽ ടെക്നോളജിയുടെ ബൂം കാണാൻ പറ്റി. അപ്പോൾ ഇന്ത്യ ഒരു 140 കോടി ജനങ്ങൾ പോപ്പുലേഷൻ ഉള്ള ഇടത്താണെങ്കിൽ നമ്മൾ നോക്കുമ്പോൾ ഒരു ബ്രോഡ്ബാൻഡ് യൂസേഴ്സിൻ്റെ കണക്കെടുക്കുമ്പോൾ ഏകദേശം 100 കോടി ബ്രോഡ്ബാൻഡ് യൂസേഴ്സാണ് ഉള്ളത്. അതിൽ 800-ഓളം യൂസേഴ്സ് മൊബൈൽ പെനിട്രേഷൻ നോക്കുമ്പോൾ അത്രയ്ക്ക് മൊബൈൽ പെനിട്രേഷനും ഇന്ത്യയിലുണ്ട്. അപ്പോൾ ഇതെല്ലാം വെച്ച് നമ്മൾ ഒരു IT സ്കിൽ IT വർക്ക് ഫോഴ്സ് നോക്കുമ്പോൾ ഏകദേശം കാൽക്കുലേറ്റ് നോക്കുമ്പോൾ 50 lakh പ്ലസ് IT പ്രൊഫഷണൽസ് നമ്മളെ നാട്ടിൽ തന്നെ ഉണ്ട്. ഇന്ത്യ നമ്മൾ കേരള പെർസ്പെക്റ്റീവ് എടുക്കുകയാണെങ്കിൽ നമ്മൾ ടെക്നോ പാർക്ക്, ഇൻഫോ പാർക്ക്, സൈബർ പാർക്ക് അങ്ങനെ തുടങ്ങുമ്പോൾ കേരളത്തിൽ ഇതിൻ്റെ വേര് ഉറച്ചിട്ട് ഏറ്റവും ആദ്യം തുടങ്ങുന്നത് നമ്മളെ സ്റ്റേറ്റിൽ നിന്നാണ്. അപ്പം അങ്ങനെ അപ്പോൾ അടുത്ത ലെവലിലോട്ട് പോകുമ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എങ്ങനെ അതിൻ്റെ സ്കില്ല്, റിസോഴ്സ് നമ്മളുടെ ഗവേണൻസിലോട്ടും താഴെത്തട്ടിലോട്ടുള്ള ഒരു ഫാം അല്ലെങ്കിൽ അഗ്രികൾച്ചർ മേഖലയിലും ഒരു ഇൻഡസ്ട്രീസിലും എല്ലാ മേഖലയിലും ഇത് എങ്ങനെ കൊണ്ടുവരാം അതിനെക്കുറിച്ച് ഉള്ള ഒരു ദീർഘവീക്ഷണത്തിൻ്റെയും നമ്മൾ പറയും ഡിജിറ്റൽ ഇന്ത്യ വന്നു. അത് കഴിഞ്ഞ് വന്ന നമ്മളിതുവരെയും ആദ്യത്തെ സ്റ്റേജിൽ ഒരു ബാക്ക് ഓഫീസ് എന്ന നിലയിലാണ് ഇന്ത്യ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ആദ്യത്തെ 20 വർഷം വർക്ക് ചെയ്ത് ബാക്ക് ഓഫീസ്, നമ്മളെല്ലാ കമ്പനികളും ബാക്ക് ഓഫീസ് വർക്കായിരുന്നെങ്കിൽ പിന്നെ നമുക്ക് വിറ്റ്നസ് ചെയ്യാൻ പറ്റിയത് ഒരു 6 to 7 years ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ്റെ കാലമാണ്. ഫിൻടെക് ആയാലും ഏത് മേഖലയായാലും ഹാർഡ്വെയറിലായാലും സോഫ്റ്റ്വെയറിലായാലും എല്ലാത്തിലും ഒരു ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ്റെ സ്റ്റാർട്ടപ്പുകളുടെ ഒരു ബൂമാണ് ഇന്ത്യയിൽ കാണാൻ കഴിഞ്ഞത്. അവിടെ നിന്ന് അടുത്തൊരു ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് അപ്പോൾ നമ്മളടുത്ത് AIയിലോട്ട് കാൽ വയ്ക്കുന്നു. അത് നമ്മളത് 2 ആസ്പെക്റ്റ് ഉണ്ട്, നമുക്ക് ഈ ചർച്ചയിൽ ഡിസ്കസ് ചെയ്യേണ്ടതാണ്. അതിൻ്റെ പ്രോസും കോൺസും എന്ന് വെച്ചാൽ നമ്മൾ മറ്റുള്ള ആ ഒരു ട്രാൻസ്ഫോർമേഷൻ കമ്പയർ ചെയ്യുന്ന കണക്കല്ല AIയിൽ പോകുമ്പോൾ നമ്മളൊരു വളരെ ക്രിട്ടിക്കലായി അതിനെ അല്ലെങ്കിൽ നിരീക്ഷിക്കാനും വളരെ സൂക്ഷ്മമായി ഉപയോഗിക്കാനും